ഓസ്കയുടെ സഹായത്തോടെ ജുവന്റെ വീട്ടിൽ നടക്കുന്ന പാർട്ടിക്ക് അനുയോജ്യമായ രീതിയിൽ വേഷം ധരിച്ച് റായും പാർട്ടി നടക്കുന്നിടത്തേക്ക് എത്തുന്നു. അവളെ കണ്ട് യൂൻസിയോളും ജുവനും ഒരേപോലെ ഷോക്ക് ആവുന്നുണ്ട്. എൻ്റെ റോൾ ഇതുകൊണ്ട് അവസാനിക്കുകയാണ് എന്ന് പറഞ്ഞ് ഓസ്ക അവളെ അവിടെ വിട്ടിട്ട് യൂൻസിയോളിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ജുവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് ഇത്രയും സമയം ഫോൺ എടുക്കാതിരുന്നത് എന്താണ്? ഇതിനു വേണ്ടിയായിരുന്നോ നീ ഇത്രയും വെയിറ്റ് ചെയ്തിരുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അവൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സിന്റെ വിലയും അവൻ നോക്കുന്നുണ്ട്. ഇതൊക്കെ ഓസ്ക വാങ്ങി തന്നതാണോ? ക്ലോക്കിൽ 12 മണി അടിക്കുമ്പോൾ നീ ഇവിടെ നിന്ന് അപ്രത്യക്ഷമാകുമോ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്നതായിരുന്നു, പക്ഷെ എൻ്റെ വേഷം മോശമായിരുന്നതുകൊണ്ട് ഞാൻ തിരികെ പോകാൻ തുടങ്ങിയതാണ്. അപ്പോഴാണ് ഓസ്ക എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഇതൊക്കെ ശരിയാക്കി തന്നത്. നിന്നെ ഇനി ഒരിക്കലും കാണില്ല എന്ന് ഞാൻ എൻ്റെ അച്ഛനെ കൊണ്ട് സത്യം ചെയ്ത് നിന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാണ്. പക്ഷെ നിന്നെ കാണാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ശരിക്കും നിന്നെ മിസ് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കാണാൻ വന്നത്. ഇതാണ് എൻ്റെ ഉത്തരം. പക്ഷെ നീ പറയുന്നത് പോലെ നിന്റെ ജീവിതത്തിലെ മെർമെയ്ഡ് ആവാൻ എനിക്ക് പറ്റില്ല. നമുക്കിടയിൽ ആ ഒരു പോസിബിലിറ്റിയെ നീ ആലോചിച്ചിട്ട് കിട്ടുന്നുള്ളൂ. അതിൻ്റെ ഉത്തരം കൂടി നീ എനിക്ക് തരണമെന്നും അവൾ പറയുന്നുണ്ട്. പക്ഷെ അവൻ അതിന് എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം അവൻ്റെ അമ്മ അവന് വേണ്ടി അറേഞ്ച് ചെയ്ത ബ്ലൈൻഡ് ഡേറ്റിന് വന്ന പെൺകുട്ടി അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവളും അവിടുത്തെ VVIP കസ്റ്റമർ ആണ് എന്ന് അവൻ അപ്പോഴാണ് അറിയുന്നത്. ജുവനോട് തനിച്ച് സംസാരിക്കാൻ വേണ്ടി റായ്മിനോട് കുറച്ച് സമയം അവിടെ നിന്ന് മാറി നിൽക്കുമോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് അതുവഴി പാസ് ചെയ്തു പോയ യൂൻസിയോൾ അവളുടെ സംസാരം കേട്ട് അവരുടെ അടുത്തേക്ക് നിന്ന് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ആ പെണ്ണിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. റായും പിന്നെയും അവൻ്റെ മറുപടി എന്താണ് എന്ന് അവനോട് ചോദിക്കുന്നു. അവൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് വീണ്ടും അവനെ പരിചയമുള്ള ഒരാൾ അവർക്ക് അടുത്തേക്ക് വരുന്നുണ്ട്. റായ്മിനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന രീതിയിൽ അവൾ ആരാണ് എന്ന് അയാൾ ജുവനോട് ചോദിക്കുന്നുണ്ട്. ഇവളെ അങ്ങനെ എളുപ്പം കാണാൻ പറ്റുന്ന ഒരാളല്ല. ഇവിടെ ഇപ്പോൾ നിൽക്കുന്നവരെക്കാളൊക്കെ വളരെ VVIP ആണ്. ആരെങ്കിലും പാവങ്ങളോട് മോശമായി പെരുമാറുന്നത് കണ്ടാൽ കൈയും കെട്ടി നിൽക്കാൻ അവൾക്ക് സാധിക്കില്ല. അവളുടെ ജീവിതം വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതാണെങ്കിലും നമ്മളെപ്പോലെയുള്ള പണക്കാരുടെ ഒപ്പം സമയം ചെലവഴിക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. ഇവളെപ്പോലെ ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്രയ്ക്ക് നല്ലവളാണ് ഇവൾ എന്നൊക്കെ ജുവൻ അവനോടായി മറുപടി പറയുന്നു. ഇത് തന്നെയാണ് എനിക്ക് നിനക്ക് തരാനുള്ള ഉത്തരമെന്നും അവൻ റായ്മിനോടും പറയുന്നുണ്ട്. അയാൾ ആ സമയത്ത് ഇംഗ്ലീഷിൽ അവനോട് എന്തോ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി നൽകിയത് റായ്മാണ്. ഇംഗ്ലീഷിൽ തന്നെയാണ് അവൾ മറുപടി നൽകിയത്. അവൾ എപ്പോഴാണ് ഇംഗ്ലീഷ് പഠിച്ചതെന്ന് ഓർത്ത് ജുവൻ പോലും അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. എന്തായാലും അവളുടെ വായിൽ നിന്ന് ആവശ്യത്തിന് കിട്ടിയപ്പോൾ അയാൾ സ്ഥലം വിടുന്നു. അവളെപ്പോഴാണ് ഇംഗ്ലീഷ് പഠിച്ചതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഇത് എൻ്റെ ഓഡിഷന് വേണ്ടിയിട്ടുള്ള ഡയലോഗാണ്, അങ്ങനെ പഠിച്ചതാണ്, അല്ലാതെ എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല എന്ന് അവൾ പറയുന്നുണ്ട്. യൂൻസിയോൾ ഈ സമയം മറ്റേ പെണ്ണിനെ പുറത്തെടുത്ത് കൊണ്ടുപോയി നിർത്തി എൻ്റെ റോള് നീ ഏറ്റെടുക്കേണ്ട, ഇവിടെ ഞാൻ ഒരാൾ മതി വില്ലനായിട്ട് എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് ആവശ്യത്തിന് ഡോസ് കൊടുത്തിട്ട് തിരികെ കയറി ചെല്ലുന്നു. ഈ സമയത്ത് ഓസ്ക അവിടെ ഇരുന്ന് പിയാനോയിൽ ഒരു പാട്ട് പാടുന്നുണ്ട്. അത് കേട്ടപ്പോൾ യൂൻസിയോളിന് എന്തോ നൊസ്റ്റാൾജിക് ഫീലിങ്സ് വന്ന് അവൻ്റെ അടുത്ത് ചെന്ന് തന്നെ അത് ആസ്വദിക്കുന്നു. ശരിക്കും അവൾക്ക് വേണ്ടിയിട്ടാണ് അവൻ ആ മ്യൂസിക് തന്നെ പ്ലേ ചെയ്തത്. പാർട്ടിക്ക് വന്നവരൊക്കെ മ്യൂസിക്കിനനുസരിച്ച് കപ്പിൾസായിട്ട് ഡാൻസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ജുവനും റായുമും ഇപ്പോൾ ഒരുമിച്ച് നിന്ന് ഡാൻസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. റായും ഇഷ്ടമാണ് എന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് അധിക സമയം ജുവന് അങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല. അവൻ അവളെ കിസ് ചെയ്യുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നു. എല്ലാവരും തങ്ങളെ ശ്രദ്ധിക്കുന്നുവെന്ന് റായും അവനോട് പറയുന്നുണ്ട്. ശ്രദ്ധിക്കുന്നതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു VVIP പാർട്ടിയിൽ ഞാൻ ഒരു സാധാരണക്കാരിയായ സ്റ്റണ്ട് വുമണിനെ കിസ് ചെയ്യുന്നത് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എത്ര വലിയ ബിസിനസ് ഡീലാണ് ഞാൻ ഇല്ലാതാക്കുന്നതെന്ന് നിനക്ക് വല്ല ഐഡിയയുമുണ്ടോ? ഒരു ബിസിനസ് മെർജിങ്ങായി നടക്കേണ്ട എൻ്റെ വിവാഹമാണ് ഞാനിപ്പോൾ ഇല്ലാതാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ ഞങ്ങളുടെ ഷെയർ എത്രത്തോളം താഴെ പോകും എന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും അവളെ കിസ് ചെയ്യുന്നുണ്ട്. അവിടെ അത്രയും പേർ നിൽക്കുന്നതൊന്നും അവൻ കാര്യമാക്കുന്നതേയില്ല. യൂൻസിയോളിനൊപ്പം മുമ്പ് വിദേശത്തേക്ക് പോയിരുന്ന ആ ആക്ടർ നാട്ടിൽ തിരിച്ചെത്തിയതായി അടുത്ത ദിവസം ഓസ്ക ഒരു വാർത്തയിലൂടെ അറിയുന്നു. അപ്പോഴാണ് പണ്ട് അവനും താനും തമ്മിൽ സംസാരിച്ചത് യൂൻസിയോൾ മറിഞ്ഞെന്ന് കേട്ടിരിക്കാൻ സാധ്യതയുണ്ട് എന്ന ചിന്ത അവൻ്റെ മനസ്സിലൂടെ കടന്നു വന്നത്. അതുതന്നെ ആയിരിക്കണം അവളെ വിഷമിപ്പിച്ചത് എന്ന് അവന് മനസ്സിലാവുന്നു. അപ്പോൾ തന്നെ അവൻ ക്ഷമ പറയാനായി അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ പാതി വഴിയിൽ വെച്ച് അർജൻ്റെ ഒരു ഫോൺ കോൾ വന്ന് അവന് തിരികെ വരേണ്ടി വരുന്നു. മുമ്പ് കോപ്പിയടി വിവാദത്തിൽപ്പെട്ട അവൻ്റെ പാട്ട് കമ്പോസ് ചെയ്തിരുന്ന കമ്പോസർ കോപ്പിയടി ആണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് അവൻ ആ പാട്ട് തന്നെ കൊണ്ട് കമ്പോസ് ചെയ്യിപ്പിച്ചത് എന്നൊരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നു. അതിപ്പോൾ വലിയ പ്രശ്നമായിരിക്കുകയാണ്. ഇന്റർനെറ്റിലൊക്കെ ആ വിഷയം വൈറലായിക്കൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കണമെന്ന് മാനേജർ അവനെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ അവൻ ആ കമ്പോസ്റ്റർ കാണാനായി ചെല്ലുന്നു. യൂൻസിയോളിന്റെ ഓഫീസിലും ഈ വിവരം അറിയുന്നുണ്ട്. ആ സമയത്ത് സോൺ അവിടെ ഉണ്ടായിരുന്നു. അവന് ആ കമ്പോസ്റ്ററെ നേരിട്ട് പരിചയമുണ്ടായിരുന്നതിനാൽ അവൻ അപ്പോൾ തന്നെ അവളെ മീറ്റ് ചെയ്യാനായി പുറപ്പെടുന്നു. പാർട്ടിക്കിടയിൽ വെച്ച് റായ്മിനെ കിസ് ചെയ്തതിന്റെ ടെൻഷൻ അടുത്ത ദിവസം ഓഫീസിലെത്തി മീറ്റിംഗ് കൂടിയപ്പോഴാണ് ജോവന് ശരിക്കും അനുഭവപ്പെട്ടത്. തങ്ങളുടെ ഷെയർ താഴേക്ക് പോയി കാണുമോ എന്ന് അവൻ ശരിക്കും ടെൻഷൻ അടിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. മാത്രമല്ല അവന്റെ VVIP പാർട്ടിയുടെ അറേഞ്ച്മെന്റ്സ് കാരണം അവരുടെ ഷെയർ 30% ഇൻക്രീസ് ചെയ്തിട്ടുമുണ്ട്. അതിന് എല്ലാവരും അവനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഓഡിഷൻ അയക്കാനുള്ള റായ്മിന്റെ ഡെമോ വീഡിയോ എല്ലാം ജങ്സു എഡിറ്റ് ചെയ്ത് ഒരു CD-യിലാക്കി അവൾക്ക് നൽകുന്നുണ്ട്. അത് വാങ്ങി സന്തോഷത്തോടെ അവൾ താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ജുവൻ അവളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവളെ അന്ന് നേരത്തെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വന്നതാണ് അവൻ.
പക്ഷേ ജങ്സുവിനോട് പെർമിഷൻ ചോദിച്ചിട്ട് കൊണ്ടുപോകാൻ അവൻ തയ്യാറാവുന്നില്ല. ആ സമയത്ത് അവിടേക്ക് വന്ന സീനിയറിനോട് അനുവാദം വാങ്ങിയിട്ട് അവൻ അവളെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അവൾ താമസിക്കുന്നിടത്തേക്കാണ് അവൻ പോയത്. അവിടെ വീടിനകം മുഴുവൻ അവൻ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. റൈമിന് അത് കണ്ടപ്പോൾ ശരിക്കും സന്തോഷമാവുന്നുണ്ട്. എൻ്റെ അമ്മ കാരണം നിനക്ക് ഈ മുറിയിൽ മോശം ഓർമ്മകളാണുള്ളതെന്നല്ലേ പറഞ്ഞത്. ഇനി എപ്പോഴും നിന്റെ മനസ്സിൽ ഈ നല്ല നിമിഷങ്ങൾ വേണം ഉണ്ടാവേണ്ടത് എന്ന് പറഞ്ഞ് അവൻ അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അയോങ്ങിനെ കുറച്ച് ലേറ്റായി വീട്ടിലേക്ക് വിട്ടാൽ മതി എന്ന് അവൻ കിമ്മിനെ വിളിച്ച് പറയുന്നുണ്ട്. അത്രയും സമയം അവന് അവൾക്കൊപ്പം അവിടെ ഇരിക്കാമല്ലോ. സോൺ ഈ സമയം ആ കമ്പോസറുടെ അടുത്ത് എത്തിയിരുന്നു. എന്തിനാണ് അവൾ ഓസ്കയെ ഇങ്ങനെ മോശമാക്കുന്ന രീതിയിൽ ഒരു വാർത്ത നൽകിയതെന്ന് ചോദിച്ച് അവൻ ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഓസ്ക അവിടേക്ക് വന്നത്. സോണിന് അവന് നേരത്തെ പരിചയമുണ്ടായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഓസ്കയ്ക്ക് അവനോട് ദേഷ്യം തോന്നുന്നുണ്ട്. പക്ഷെ ആ കമ്പോസർ ഒരു കോംപ്രമൈസിന് തയ്യാറാവുന്നില്ല. ഓസ്കയ്ക്ക് ഒട്ടും കഴിവില്ല, അവൻ മറ്റുള്ളവരുടെ കഴിവുകൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഓസ്കയെ വളരെ മോശമാക്കി അവർ സംസാരിക്കുന്നു. മാത്രമല്ല ഈ പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ വലിയൊരു തുക അവൻ നൽകണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അങ്ങനെ പണം കൊടുത്ത് ഈ പ്രശ്നം ഒതുക്കി തീർക്കാൻ ഓസ്ക ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവൻ സെറ്റിൽമെന്റിന് തയ്യാറാവാതെ തിരികെ പോകുന്നു. സോണും തിരികെ അവൻ്റെ ഒപ്പം വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. മാനേജറും അസിസ്റ്റന്റും അവിടെ അക്ഷമയോടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. പണം കൊടുത്ത് കാര്യം സെറ്റിൽ ചെയ്യാൻ മാനേജർ പറയുന്നുണ്ടെങ്കിലും അതിന് ഞാൻ തയ്യാറല്ല എന്ന് ഓസ്ക അറിയിക്കുന്നു. സോണം അവനെ മയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനോടും ഓസ്ക ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവാൻ ആവശ്യപ്പെടുന്നുണ്ട്. ജൂവൻ പാർട്ടിക്കിടയിൽ റായിമിനെ കിസ് ചെയ്ത വിവരം ഈ സമയം അവൻ്റെ അമ്മ അറിയുന്നുണ്ട്. എത്രയൊക്കെ വാണിംഗ് കൊടുത്തിട്ടും അവൾ പിന്മാറാൻ തയ്യാറാവാത്തതുകൊണ്ട് അവർ അടുത്ത വഴികൾ നോക്കുന്നു. ആദ്യം അവർ ചെയ്തത് അയോങ്ങിന്റെ ജോലി നഷ്ടപ്പെടുത്തുകയാണ്. അവളെ പിരിച്ചുവിട്ടു എന്നറിഞ്ഞപ്പോൾ സെക്രട്ടറി കിം കരുതിയത് ജൂവൻ ആണ് അത് ചെയ്തതെന്നാണ്. അങ്ങനെ ജൂവന്റെ അടുത്ത് നിന്ന് അവൻ അതിനെക്കുറിച്ച് പരാതി പറയുന്നു. അപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം നടന്നത് തന്നെ ജൂവൻ അറിയുന്നത്. അവൻ അപ്പോൾ തന്നെ HR ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ച് എന്താണ് സംഭവമെന്ന് അന്വേഷിക്കുന്നുണ്ട്. റായും വീട്ടിലായിരുന്ന സമയത്താണ് ജൂവന്റെ അമ്മ അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് നീ ഞാൻ എത്ര വാണിംഗ് തന്നിട്ടും പറയുന്നതൊന്നും അനുസരിക്കാൻ തയ്യാറല്ലല്ലോ. ഇനി ജൂവനെ കാണില്ല എന്ന് പറഞ്ഞിട്ട് നീ പിന്നെയും ആ വാക്ക് തെറ്റിച്ചില്ലേ. അതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ നീ അനുഭവിച്ച് തന്നെ അറിയണം. നിന്റെ ഫ്രണ്ട് ഇന്ന് വീട്ടിലേക്ക് വരുമ്പോൾ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായിക്കോളും എന്നൊക്കെ പറഞ്ഞത്. അവർ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അയോങ് അവളുടെ സാധനങ്ങളൊക്കെ ആയി വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ തന്നെ അവളുടെ ജോലി നഷ്ടപ്പെട്ടുവെന്ന് റായിമിന് മനസ്സിലാവുന്നു. റായിമിനെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ഞാൻ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തു എന്നാണ് അയോങ് അവളോട് പറഞ്ഞത്. പക്ഷേ സത്യം എന്താണെന്ന് റായിമിന് മനസ്സിലാവുന്നു. അവൾ അപ്പോൾ തന്നെ ജൂവന്റെ അമ്മയെ മീറ്റ് ചെയ്യാനായി അവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവൾ ഗേറ്റിനടുത്തെത്തിയ സമയത്ത് തന്നെ ജൂവണും അവിടെ എത്തുന്നു. അവൻ അവളെ അകത്തേക്ക് വിടാതെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ അവൾ കൂടെ ചെല്ലാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ നിന്ന് തർക്കമാകുന്നു. ഈ സമയത്താണ് പെട്ടെന്ന് തീരെ പ്രതീക്ഷിക്കാതെ മഴ പെയ്യാൻ തുടങ്ങിയത്. രണ്ടുപേരും നനഞ്ഞതോടെ മുമ്പത്തെ പോലെ അവരുടെ രണ്ടുപേരുടെയും സോൾ എക്സ്ചേഞ്ച് ആവുന്നു. രണ്ടുപേരും ഷോക്ക് ആവുന്നുണ്ടെങ്കിലും ആദ്യത്തെ അത്ര ഷോക്ക് ഇപ്പോൾ ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണിത് സംഭവിച്ചതെന്നൊന്നും അവർക്കിപ്പോൾ മനസ്സിലാവുന്നില്ല. അതേ സമയത്ത് തന്നെ ജൂവന്റെ അമ്മ പുറത്ത് അവിടെ പോയിട്ട് അവിടേക്ക് എത്തുന്നുണ്ട്. അവർ അവിടെ നിൽക്കുന്നത് കണ്ട് അകത്തേക്ക് കയറി വരാൻ പറഞ്ഞിട്ടാണ് അവർ അകത്തേക്ക് പോയത്. ഇപ്പോൾ റായും ജൂവണും ജൂവൻ റായുമാണല്ലോ. ഈ ഒരു അവസ്ഥയിൽ വേണം അമ്മയോട് സംസാരിക്കാൻ. എന്തായാലും രണ്ടുപേരും കൂടി അകത്തേക്ക് പോകുന്നുണ്ട്. അവർ റായിമിനോട് പറഞ്ഞതെല്ലാം കേൾക്കുന്നത് ജൂവനാണ്. അവർ പറയുന്നതിന് മറുപടി നൽകുന്നതും അവൻ തന്നെയാണ്. റായും ഇടയ്ക്ക് കയറി എന്തോ പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അത് ജൂവൻ ആണ് എന്ന് കരുതി അമ്മ അവളോട് മിണ്ടാതിരിക്കാൻ പറയുന്നു. എൻ്റെ ഫ്രണ്ടിന് ഞങ്ങളുടെ ഈ പ്രശ്നത്തിൽ യാതൊരു ബന്ധവുമില്ല. വെറുതെ അവളുടെ ജോലി നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ ആദ്യം എൻ്റെ ഫ്രണ്ടിനെ തുടങ്ങി ഇനി അടുത്തത് എൻ്റെ ജോലിയായിരിക്കും നിങ്ങൾ ഭീഷണിപ്പെടുത്താൻ പോകുന്നത്. അത് കഴിയുമ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കും. ഇതൊക്കെയല്ലേ നിങ്ങളുടെ ഉദ്ദേശം എന്ന് ജൂവൺ അമ്മയോട് ചോദിക്കുന്നുണ്ട്. അമ്മ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് മറ്റാരെക്കാളും നന്നായി അവൻ അറിയാമല്ലോ. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഇതിനു മുമ്പ് നിനക്ക് ഇതേപോലെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അമ്മ അവനോട് ചോദിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇനി അങ്ങോട്ട് ഒരുമിച്ച് ജീവിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അയോങ്ങിന് 5 വർഷത്തിൽ കൂടുതൽ നിങ്ങളുടെ കമ്പനിയിൽ സർവീസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു ജോലിക്കാരിയെ പിരിച്ചുവിടാൻ മുതലാളി വിചാരിച്ചാൽ പോലും നടക്കില്ല. വർക്ക് യൂണിയൻ എന്തായാലും കുഴപ്പങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അവളെ പിരിച്ചുവിടാൻ പറ്റില്ല. ഞങ്ങളെ തമ്മിൽ അകറ്റാൻ നിങ്ങൾ ഇനിയും ഓരോന്ന് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവനെ ഇങ്ങോട്ട് വിദേശത്തേക്ക് പോകും. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പോലും ഞാൻ അവനെ ഇവിടേക്ക് വിട്ടുതരികയില്ല. അങ്ങനെ മകനുമായി പിരിഞ്ഞു കഴിയണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? അങ്ങനെ സംഭവിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ കടന്നു വരാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നൊക്കെ ജൂവൺ അമ്മയോട് പറയുന്നു. റായും അന്തമിട്ട് അവനെ നോക്കിയിരിക്കുകയാണ്. അവൻ ഇങ്ങനെയൊക്കെ ഒരു തീരുമാനമെടുക്കുമെന്ന് അവൾ തീരെ പ്രതീക്ഷിച്ചിരുന്നതല്ല. എന്തായാലും ജൂവന്റെ അമ്മയ്ക്ക് തൃപ്തിയാവുന്നുണ്ട്. അവൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവന്റെ അഭിപ്രായം എന്താണ് എന്ന് അമ്മ റായിമിനോടായി ചോദിക്കുന്നു. അവൾ പറഞ്ഞത് തന്നെയാണ് എൻ്റെയും തീരുമാനം. ഞങ്ങൾ ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവളും പറയുന്നുണ്ട്. അങ്ങനെ തങ്ങളുടെ തീരുമാനം അമ്മയെ അറിയിച്ചിട്ട് അവർ അവിടെ നിന്ന് പോകുന്നു. റായിമിന്റെ വീട്ടിലേക്കാണ് അവർ പോയത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് തൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് ജൂവൺ അവളോട് പറയുന്നു. അങ്ങനെയാണല്ലോ അമ്മയോട് അവർ പറഞ്ഞത്. പക്ഷെ റായും അതിന് തയ്യാറാവുന്നില്ല. എങ്ങനെയാണ് തങ്ങളുടെ സോൾ ഇങ്ങനെ എക്സ്ചേഞ്ച് ആവുന്നതിനെ കുറിച്ച് ചിന്തിക്കാമെന്ന് അവൾ പറയുന്നുണ്ട്. ആലോചിച്ച് നോക്കിയപ്പോഴാണ് ഓരോ തവണയും സോൾ ചേഞ്ചായ സമയത്തൊക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നത്. മഴ തന്നെ ആയിരിക്കണം കാരണമെന്ന് അവർ ഊഹിക്കുന്നുണ്ട്. പക്ഷെ അതിന് ഉറപ്പൊന്നുമില്ല. ഇനി എന്നാണ് മഴ ഉണ്ടാവാൻ സാധ്യത എന്നുള്ള ഡീറ്റെയിൽ അവർ അപ്പോൾ തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അടുത്ത മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുവരെ എന്തായാലും വെയിറ്റ് ചെയ്യാമെന്ന് രണ്ടുപേരും കൂടി തീരുമാനിക്കുന്നു.
ഇപ്പോൾ ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇത്തവണ എന്തായാലും അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് രണ്ടുപേരും പറയുന്നുണ്ട്. രണ്ടുപേരും കൂടി സമാധാനത്തെ ഇരുന്ന് മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. ഡെമോ വീഡിയോ നൽകി ഓഡിഷൻ പാസ്സാവുകയാണെങ്കിൽ റായിമിന് അടുത്ത ഓഡിഷനിൽ പങ്കെടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ജീവൻ അതിന് പ്രിപ്പയർ ആയിരിക്കണം. ആദ്യം അവൻ അതിന് എതിർപ്പൊക്കെ പറയുന്നുണ്ടെങ്കിലും അവസാനം അവളുടെ നിർബന്ധം കാരണം പ്രാക്ടീസ് ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം മുതൽ റായും അവന് ഓരോന്നായി പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ അവനാണ് എന്ന രീതിയിൽ അവൻ്റെ ഓഫീസിൽ പോകുമ്പോൾ അവൾക്ക് മെയിനായി ചെയ്യേണ്ടി വരുന്നത് അവൻ്റെ ഫയലൊക്കെ സൈൻ ചെയ്യുകയാണല്ലോ. അതുകൊണ്ട് അവൻ്റെ സൈൻ എങ്ങനെയാണ് ഇടേണ്ടത് എന്ന് അവൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം മുതൽ റായും ജൂവനായിട്ട് അവൻ്റെ ഓഫീസിലേക്ക് പോയി തുടങ്ങുന്നു. അവൻ അവളായിട്ട് അവളുടെ ആക്ഷൻ സ്കൂളിലേക്കും പോയി തുടങ്ങുന്നുണ്ട്. ഇത്തവണ രണ്ടുപേർക്കും വലിയ അബദ്ധങ്ങളൊന്നും പറ്റുന്നില്ല. കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓസ്ക ഇപ്പോൾ ആകെ ഒരു വല്ലാത്ത സിറ്റുവേഷനിലാണ്. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായത് കാരണം അവൻ ക്രിസ്മസിന് അറേഞ്ച് ചെയ്തിരുന്ന ഒരു പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് ടിക്കറ്റ് വാങ്ങിയ എല്ലാ ആളുകൾക്കും ക്യാഷ് തിരികെ നൽകാൻ അവൻ മാനേജറോട് പറയുന്നുണ്ട്. പക്ഷെ അവൻ്റെ ഫാൻസിന് ക്യാഷ് തിരികെ വേണ്ട, അവൻ ഓക്കെ ആവുന്നത് വരെ പ്രോഗ്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് എന്ന് അസിസ്റ്റന്റ് അവനെ അറിയിക്കുന്നു. പക്ഷെ ആ ക്യാഷ് എല്ലാം തിരികെ നൽകാൻ തന്നെയാണ് ഓസ്കാർ പിന്നെയും പറയുന്നത്. ക്രിസ്മസ് ആയിട്ട് അവന് ഒരുപാട് ഗിഫ്റ്റൊക്കെ ഫാൻസ് നൽകിയിരുന്നു, അതെല്ലാം ഏതെങ്കിലും ഓർഫനേജിൽ കൊണ്ട് കൊടുക്കാനും അവൻ പറയുന്നുണ്ട്. പ്രോഗ്രാം ക്യാൻസൽ ആയതുകൊണ്ട് തന്നെ മാനേജർക്കും പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ക്രിസ്മസ് ആയതുകൊണ്ട് കൂടി 3 ദിവസം അവധി എടുക്കുകയാണ് എന്ന് മാനേജർ അവനോട് പറയുന്നു. ആരും ഇല്ലാത്തതുകൊണ്ട് അന്ന് വൈകിട്ട് ഓസ്കാർ തനിച്ചായിരുന്നു വീട്ടിൽ. ആ സമയത്ത് യൂൻസിയോൾ അവനെ കാണാനായി എത്തുന്നുണ്ട്. അവൾക്ക് അവനോട് ദേഷ്യമൊക്കെ ആണെങ്കിലും അവൻ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയിലെത്തിയപ്പോൾ അവൾക്ക് അവനെ തനിയെ വിടാൻ തോന്നുന്നില്ല. അങ്ങനെയാണ് അവൾ അവനെ കാണാനായി വന്നിരിക്കുന്നത്. ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു കേക്കുമൊക്കെ ആയിട്ടാണ് അവൾ വന്നിരിക്കുന്നത്. അത് അവന് നൽകിയിട്ട് അവൾ തിരികെ പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവളോട് കുറച്ച് സമയം അവിടെ ഇരിക്കാൻ അവൻ പറയുന്നതിനാൽ അവൾ അവിടെ ഇരിക്കുന്നു. രണ്ടുപേരും ഒരുമിച്ച് കേക്ക് കഴിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ പിയാനോയിൽ ഒരു പാട്ട് പാടുന്നു. മനസ്സിന് നല്ല വിഷമം ഉണ്ടായിരുന്നതിനാൽ കുറച്ച് സാഡായിട്ടുള്ള ഒരു സോങ്ങാണ് അവൻ പാടിയത്. അത് കേട്ടുകൊണ്ട് നിന്നപ്പോൾ യൂൻസിയോളിൻ്റെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. ക്രിസ്മസ് ദിവസം രാത്രി റായും സാധാരണ ആക്ഷൻ സ്കൂളിലെ ടീമംഗങ്ങൾക്കൊപ്പമാണ് ചിലവഴിക്കാറുള്ളത്. അങ്ങനെ അന്ന് ജൂവന്റെ ശരീരത്തിലാണെങ്കിലും അവൻ ക്രിസ്മസ് ആഘോഷിക്കാനായി അവിടേക്ക് എത്തുന്നുണ്ട്. ആ സമയത്ത് ജൂവൺ അവിടെ ഉണ്ടായിരുന്നു. ഇത്തവണ ആക്ഷൻ സ്കൂളിലുള്ള എല്ലാവർക്കും ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി അവനാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടി വളരെ സന്തോഷത്തോടെ ആ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. അടുത്ത ഒരു ദിവസം റായും ജൂവന്റെ വീട്ടിലെ ബാത്റൂമിൽ നിന്ന് ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുപ്പി മരുന്ന് അവളുടെ കയ്യിൽ കിട്ടുന്നു. ജൂവൻ ഏതോ അസുഖത്തിന് മരുന്ന് കഴിക്കുന്നതിനെ പറ്റി മുമ്പ് 2-3 തവണ ഓസ്കയുടെ സംസാരത്തിൽ നിന്ന് അവൾക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് ചോദിക്കാമെന്ന് കരുതി അവൾ ഓസ്കയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് ജൂവന്റെ പേഴ്സണൽ ഡോക്ടർ ഓസ്കയുടെ അടുത്തിരിപ്പുണ്ട്. പക്ഷെ റായിമിന് അവരെ മനസ്സിലാവുന്നില്ല. ഇവിടെ ഒരു ഗസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പോയിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞ് അവൾ തിരികെ പോകാൻ തുടങ്ങുന്നു. തന്നെ കണ്ടിട്ട് ഒന്ന് സംസാരിക്കാൻ പോലും നിൽക്കാതെ അവൻ തിരികെ പോകുന്നതുകൊണ്ട് ഡോക്ടർ ഓസ്കയും അവൻ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് സംശയിക്കുന്നു. നീ എന്താണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ഓസ്ക ചോദിക്കുന്നുമുണ്ട്. ഇവർ ജൂവണിന് അറിയാവുന്ന ആരോ ആണ്. ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊന്നും അറിയാതെ റായും ആകെ സംശയത്തിലാവുന്നുണ്ട്. ജൂവൺ ഈ സമയം അവളുടെ ആക്ഷൻ സ്കൂളിലാണ്. അവളുടെ ക്യാബിനകത്ത് ഉള്ള അച്ഛനുമായിട്ടുള്ള ഫോട്ടോ കണ്ടപ്പോൾ അദ്ദേഹത്തെ മുമ്പ് എവിടെയോ കണ്ടിട്ടുള്ളതുപോലെ അവന് പരിചയം തോന്നുന്നു. പക്ഷെ എവിടെയാണ് എന്ന് അവൻ ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. ഈ സമയത്താണ് ജങ്സു അവൻ്റെ അടുത്തേക്ക് വന്നത്. അവനും കൂടി ഒരു കോഫിയും കൊണ്ടാണ് ജങ്സ് വന്നത്. അതവന് നൽകിയിട്ട് അടുത്ത് തന്നെ വരാൻ പോകുന്ന ഒരു വിശേഷ ദിവസത്തെ പറ്റി ജങ്സു പറയുന്നുണ്ട്. പക്ഷെ എന്ത് പ്രത്യേകതയാണ് ആ ദിവസത്തിനുള്ളത് എന്ന് ജൂവണിന് മനസ്സിലാവുന്നില്ല. അന്ന് എന്താ പ്രത്യേകത, നിന്റെ ബർത്ത്ഡേ ആണോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ ജങ്സുവും ആകെ കൺഫ്യൂഷൻ ആവുന്നു. റായും ഈ സമയം പിടിച്ചു നിൽക്കാൻ വേണ്ടി തമാശ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ ഡോക്ടറോട് കണ്ടിട്ട് കുറെ കാലം ആയല്ലോ എന്ന് കുശലം ചോദിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച തമ്മിൽ കണ്ടതല്ലേ, പിന്നെ നീ തമാശ പറയുകയാണോ എന്ന് ഡോക്ടർ ചോദിക്കുന്നു. പക്ഷെ അവർ അതത്ര സീരിയസ് ആക്കി എടുക്കാതെ രണ്ടുപേരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ ഓസ്കയ്ക്ക് ജൂവന്റെ പെരുമാറ്റത്തിൽ നല്ല ഡൗട്ട് അടിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് റായും അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് മുമ്പ് ഒരു തവണ ഡോക്ടർ ജീഹോയിൻ്റെ കാര്യം എന്നോട് പറഞ്ഞില്ലേ, അവളുടെ നമ്പർ എൻ്റെ കയ്യിൽ നിന്ന് ആക്സിഡൻ്റലി മിസ്സായിപ്പോയി, നമ്പർ എനിക്കൊന്ന് തരുമോ എന്ന് ചോദിച്ചത്. ഇപ്പോൾ അവിടെ നിന്ന് പോയതാണ് ശരിക്കും ഡോക്ടർ ജീഹൻ. എന്നിട്ട് അവളുടെ നമ്പർ തന്നെ അവൻ വീണ്ടും ചോദിക്കുന്നത് കണ്ടപ്പോൾ ഓസ്കയുടെ സംശയം ആകെ കൂടുന്നു. ഇതേപോലെ തന്നെയായിരുന്നു ജൂവന്റെ സിറ്റുവേഷനും. ജങ്സുവിന് അത് റായും അല്ല എന്നൊരു തോന്നൽ മനസ്സിലുണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ ജിയോൻ എന്ന ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ അവളെപ്പറ്റി അന്വേഷിച്ചിരുന്നുവെന്ന് അവൻ പറയുന്നു. ജിയോൻ ആരാണ് എന്ന് പോലും അറിയാത്ത ജൂവൻ അവളുടെ നമ്പർ തരാമെങ്കിൽ ഞാൻ തിരിച്ച് വിളിച്ചോളാമെന്ന് പറയുന്നുണ്ട്. ജിയോൻ മരിച്ചിട്ട് 3 വർഷങ്ങൾ കഴിഞ്ഞതാണ്. അതേപോലെ തന്നെ അടുത്ത് തന്നെ നടക്കാൻ പോകുന്ന ആ വിശേഷ ദിവസം അവൻ്റെ ബർത്ത്ഡേ അല്ല, മറിച്ച് റായിമിൻ്റെ അച്ഛൻ്റെ ഡെത്ത് ആനിവേഴ്സറിയാണ്. എന്തൊക്കെ സംഭവിച്ചാലും റായിം അത് മറക്കില്ല. അതുകൊണ്ട് നീ റായിമല്ല, നീ ആരാണ് എന്ന് ജങ്സു അവനോട് ചോദിക്കുന്നു. ഇതേപോലെ തന്നെ ഓസ്കയുടെ മുന്നിലും റായിം ആകെ പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ് ജീഹൈൻ, അതാണ് നിന്റെ ഡോക്ടർ. എന്നിട്ട് നിനക്ക് അവരെ അറിയില്ലേ, നീ ആരാണ്, എൻ്റെ കസിൻ എവിടെ എന്നൊക്കെ ഓസ്കർ ചോദിക്കുന്നു. പിന്നെ റായിമും ജൂവണും എന്ത് മറുപടി നൽകണമെന്നറിയാതെ ആകെ കൺഫ്യൂഷനായി നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.